സോ നിങ്ങളെല്ലാവരും പുള്ളിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. പുള്ളി അതിന് വേണ്ടിയിട്ട് അനുദിനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പുള്ളിക്ക് ഉണ്ടാവണം. ഹായ്, എനിക്കിന്ന് ജസ്റ്റ് പറയാനുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രാഹുൽ ഈശ്വറിനെ പറ്റിയാണ്. അപ്പോൾ രാഹുൽ ഈശ്വറിനെ പറ്റി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് പുള്ളി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സംഘടനയില്ല. പിന്നെ പുരുഷന്മാർക്ക് വരുന്ന ഒരുപാട് വിപത്തുകൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ത്രീ ജനങ്ങളുടെ, എല്ലാവരുമല്ല, ചില സ്ത്രീ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പിന്നെ ട്രാപ്പ് ചെയ്തും കൊണ്ട് പുരുഷന്മാർക്ക് ഒരുപാട് അതിക്രമങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് നഷ്ടങ്ങളും ലോസും ഒക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പിന്നെ അപ്പം അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പുള്ളി പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ഒരുപാട് വാദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നമ്മളുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പിന്നെ അല്ലാതെയാണെങ്കിലൊക്കെ സമൂഹത്തെ പുള്ളി ഒരുപാട് സ്ട്രഗിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അത് പിന്നെ പ്രത്യക്ഷത്തിൽ കൂടെ അത് ആൾക്കാർ സഹായിക്കണം എന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ടല്ല, ഓൺലൈനിലൂടെയൊക്കെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ട് സഹായിക്കുന്ന കാര്യം, സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പുള്ളിയെ നേരിട്ട് പുള്ളിയുടെ ഓരോ ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ കാര്യങ്ങൾ പുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻറ്റൻഷനും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പൂർണ്ണമായിട്ട് സഹകരിക്കാനും വേറെ നമ്മളുടെ പുരുഷ രാജ്യങ്ങളുള്ള ആൾക്കാരെല്ലാവരും അതിനു വേണ്ടിയിട്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു സംഘടനയോ ഒന്നും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള യാതൊരു സംഘടനയോ അങ്ങനെയൊന്നും ഇല്ല. സോ അറ്റ്ലീസ്റ്റ് പുള്ളി നല്ല വിവേകമുള്ളൊരു വ്യക്തിയാണ്, നല്ല വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ്, അഡ്വക്കേറ്റാണ്. സോ നിങ്ങളെല്ലാവരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുക. അതുപോലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ടൈമിലൊന്നും നമുക്ക് ആരും ഉണ്ടാവില്ല. നമ്മളിപ്പം സ്ത്രീകളെ മാത്രം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ ചില അൺനെസറി എലമെൻറ്റ്സ് ഉണ്ട്. സ്ത്രീ പക്ഷത്തും ചില ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ക്രിമിനൽ മൈൻഡുള്ള കുറേ ഏറെ ആൾക്കാരുണ്ട്. പുരുഷന്മാരെ ഒരുപാട് പുരുഷന്മാർ പെട്ടുപോയിട്ടുണ്ട്. അവരുടെ പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ സ്വത്ത് അവരൊരുപാട് സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ പോയത് തന്നെയാണ്. അതിൽ ഒന്നും റീറ്റെയിൻ ചെയ്യാനോ ഒന്നും പറ്റാതെ പോയ ഒരുപാട് പുരുഷജനങ്ങളുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടി ഒരു പുരുഷ സംഘടന വേണം എന്നുള്ളത്, അതിന് ഞാൻ എല്ലാ രീതിയിലും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് സഹകരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ നമ്മളുടെ പുരുഷ ജനങ്ങൾക്കും ഇത് വേണം, ഒരു ന്യായവും നീതിയും വേണം. സോ നിങ്ങളെല്ലാവരും പുള്ളിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. പുള്ളി അതിന് വേണ്ടിയിട്ട് അനുദിനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പുള്ളിക്ക് ഉണ്ടാവണം എന്ന് ഞാൻ പറയുകയാണ്. ഇത്രയേ ഉള്ളൂ. ബൈ.